പുറപ്പാട് പുസ്തകം അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നോക്കൂ, നീ ഫറവോന് ഒരു ദൈവം ആയിരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നു. അഹറോൻ നിനക്ക് പ്രവാചകൻ ആയിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹറോനോട് പറയണം. ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയക്കണമെന്ന് നിന്റെ സഹോദരനായ അഹ്റോൻ ഫറവോനോട് പറയണം. ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തുകയും മിസ്രയീം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഫറവോൻ നിങ്ങളെ വകവയ്ക്കുകയില്ല. ഞാൻ മിസ്രയീമിൽ എൻ്റെ കൈവച്ച് മഹാശിക്ഷാവിധിയാൽ എൻ്റെ സൈന്യവും എൻ്റെ ജനവുമായ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. ഞാൻ മിസ്രായരുടെ മേൽ എൻ്റെ കൈ നീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ കർത്താവാകുന്നു എന്ന് മിസ്രായർ മനസ്സിലാക്കും. നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. അവർ ഫറവോനോട് സംസാരിച്ചപ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹ്റോന് 83 വയസ്സും പ്രായമായിരുന്നു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തത്, എനിക്ക് ഒരടയാളം തരിക എന്ന് ഫറവോൻ ആവശ്യപ്പെട്ടാൽ നിന്റെ വടിയെടുത്ത് നിലത്തിടുക എന്ന് അഹ്റോനോട് പറയണം. അതൊരു പാമ്പായി തീരും. മോശയും അഹ്റോനും ഫറവോന്റെ അടുത്തെത്തി കർത്താവ് അവരോട് കൽപ്പിച്ചിരുന്നത് പോലെ ചെയ്തു. ഫറവോന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും സന്നിധിയിൽ അഹ്റോൻ തന്റെ വടി നിലത്തിടുകയും അത് സർപ്പമായി തീരുകയും ചെയ്തു. ഫറവോൻ ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. മിസ്രയീമിലെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അപ്രകാരം ചെയ്തു. ഓരോരുത്തനും തന്റെ വടി ഫറവോന്റെ മുമ്പിൽ ഇടുകയും അത് സർപ്പമായി തീരുകയും ചെയ്തു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ വിട്ടയച്ചില്ല. കർത്താവ് അരുളിച്ചെയ്തിരുന്നത് പോലെ തന്നെ കർത്താവ് മോശയോട് ജനത്തെ വിട്ടയക്കുവാൻ ഫറവോൻ മനസ്സാകാതെ ഇരിക്കത്തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും എന്ന് അരുളിച്ചെയ്തു. നീ രാവിലെ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. ഇതാ അവൻ വെള്ളത്തിങ്കലേക്ക് വരുന്നു. നീ അവനു നേരെ നദീതീരത്ത് നിൽക്കുക. പാമ്പായി തീർന്ന വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളണം. അവനോട് നീ ഇപ്രകാരം പറയണം, എബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുക്കൽ അയച്ച് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞു. ഇതുവരെയും നീ അതനുസരിച്ചില്ല. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാനാകുന്നു കർത്താവ് എന്ന് ഇതിനാൽ നീ അറിയും. ഇതാ, ഞാൻ എൻ്റെ കയ്യിലെ വടിയാൽ നദിയിലെ വെള്ളത്തിന്മേലടിക്കുകയും അത് വ്യത്യാസപ്പെട്ട് രക്തമായി തീരുകയും ചെയ്യും. നദിയിലെ മത്സ്യങ്ങൾ ചാകുകയും നദി നാറുകയും ചെയ്യും. നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ മിസ്രയീംകാർ അറയ്ക്കും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തത്, നിന്റെ വടിയെടുത്ത് മിസ്രയീംകാരുടെ വെള്ളങ്ങളിന്മേൽ, അവരുടെ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും ജലസംഭരണികളിന്മേലും നീട്ടുക എന്ന് അഹ്റോനോട് പറയുക.
അവ രക്തമായി തീരട്ടെ. മിസ്രയീം ദേശത്തെ വെള്ളമെല്ലാം മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തമായി തീരും. കർത്താവ് എപ്രകാരമോ കൽപ്പിച്ചുവോ അപ്രകാരം മോശയും അഹ്റോനും പ്രവർത്തിച്ചു. അഹ്റോൻ തന്റെ കയ്യിലെ വടി ഉയർത്തി ഫറവോന്റെ കൺമുമ്പിൽ അവന്റെ ഭൃത്യന്മാരുടെ കൺമുമ്പിൽ നദിയിലെ ജലത്തെ അടിച്ചു. നദിയിലെ വെള്ളമെല്ലാം രക്തമായി തീർന്നു. നദിയിലെ മത്സ്യങ്ങൾ ചത്തു. നദി നാറി. നദിയിലെ വെള്ളം കുടിക്കുവാൻ മിസ്രയീംകാർക്ക് കഴിഞ്ഞില്ല. മിസ്രയീം ദേശത്തെല്ലാം രക്തമുണ്ടായി. മിസ്രയീമിലെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അങ്ങനെ ചെയ്തു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. കർത്താവ് പറഞ്ഞിരുന്നതുപോലെ തന്നെ അവൻ അവരെ ചെവിക്കൊണ്ടില്ല. ഫറവോൻ ഇക്കാര്യം തന്റെ മനസ്സിൽ ഗ്രഹിക്കാതെ തിരിഞ്ഞ് തന്റെ ഭവനത്തിൽ കയറിപ്പോയി. മിസ്രായരെല്ലാം വെള്ളം കുടിക്കുവാൻ വേണ്ടി നദിക്ക് ചുറ്റും കുഴിച്ചു. എന്തെന്നാൽ നദീജലം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് നദിയെ അടിച്ച ശേഷം 7 ദിവസം പൂർത്തിയായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.